വളരെ 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 ശക്തമായിട്ടുള്ള ഒരു ജനവികാരം സംസ്ഥാനത്ത് മോദിക്ക് അനുകൂലമായി ബി ജെ പിക്ക് അനുകൂലമായി ഉയരുകയാണ്. സന്തോഷിക്കല്ലോ. ബി ജെ പിയിൽ ആര് ചേരുന്നതും ഉപാധികളില്ലാതെ നിരുപാധികമാണ്. അനിൽ ആന്റണി ചേർന്നപ്പോഴും നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിച്ചാണ്. ബി ജെ പി നിരുപാധികമാണ്. സ്ഥാനാർത്ഥിത്വത്തിൻ്റെ കാര്യത്തിലേക്ക് ചേർന്നതിന് ശേഷമാണ് ചർച്ചകൾ നടക്കുന്നത്. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ഊഹാപോഹങ്ങൾക്കൊന്നും ഞാൻ മറുപടി പറയില്ല. ബി ജെ പി അങ്ങനെയുള്ള തീരുമാനങ്ങളൊക്കെ അത് എടുക്കേണ്ട തലത്തിലാണ് അതൊക്കെ ചർച്ച ചെയ്യുന്നത്. നിരവധി ആളുകൾ ദേശീയ ജനാധിപത്യ സഖ്യവുമായി സഹകരിക്കാൻ മുന്നോട്ട് വരുന്ന കാഴ്ചയാണ്. അത് കൂടുതൽ ശക്തിപ്പെടും. അപ്പോൾ കുറച്ച് നിരാശ നിങ്ങൾക്കുണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നതിൻ്റെ ഉള്ളിൽ ബി ജെ പി ഒരു കൂട്ടായ നേതൃത്വമാണ്. നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളൊന്നും അല്ലല്ലോ. ബി ജെ പി ഒരു കളക്റ്റീവ് ലീഡർഷിപ്പാണ്. ബി ജെ പിക്കകത്ത് കേന്ദ്ര നേതൃത്വവും സംസ്ഥാന നേതൃത്വവും എല്ലാം കൂട്ടായ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. കോൺഗ്രസ് തകരുന്നു പറയുമ്പോഴേക്കും നിങ്ങൾ പുതിയ ഓരോ കുത്തിത്തിരിപ്പുകളുമായിട്ട് വരികയാണ്. നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര കോൺഗ്രസ് സ്നേഹം? നിരവധി ആളുകൾ ഇനിയും വരും. കോൺഗ്രസിനെ ചതിച്ചു എന്ന് അവർ പറയുന്നത് കൊണ്ടാണ്. കോൺഗ്രസിനെ ചതിക്കുന്നത് കോൺഗ്രസ്സുകാർ തന്നെയാണ്. അത് നിങ്ങൾ എത്ര സഹായിച്ചാലും കോൺഗ്രസിന് ഇനി നിലനിൽപ്പില്ല. മുഖ്യ എതിരാളിയാരാണ് ഈ തെരഞ്ഞെടുപ്പിൽ? CPM ആണോ കോൺഗ്രസ്? ഈ രണ്ടുപേരും IND മുന്നണിയുടെ ഭാഗമായിട്ടുള്ള കക്ഷികളാണ്. അവരെ വേറെ വേറെ കാണേണ്ട ഒരു കാര്യവുമില്ല. ബി ജെ പിക്കും നാട്ടുകാർക്കും കോൺഗ്രസിനെയും CPM-നെയും വേറെ വേറെ കാണേണ്ട ഒരു കാര്യവുമില്ല. അതുകൊണ്ട് മുഖ്യ എതിരാളി എന്നുള്ള ചോദ്യമില്ല. പ്രധാന കക്ഷി മുന്നണി ഇത്തവണ NDA ആയിരിക്കും, BJP ആയിരിക്കും. അവർ സഹോദരനും സഹോദരിയും തമ്മിലുള്ള പ്രശ്നമായിട്ട് കണക്കാക്കിയപ്പോൾ എന്തിനാണ്? കെ മുരളീധരന് ഇതൊന്നും പറയാനുള്ള ഒരു ധാർമ്മികതയും ഇല്ല. അദ്ദേഹം കോൺഗ്രസിനെ ചതിച്ച്, കരുണാകരനെ ചതിച്ച് CPM-ൻ്റെ കൂടെ പോയ ആളാണ്. അദ്ദേഹം കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്നു. CPM കോൺഗ്രസിൻ്റെ പാർട്ടിയായിരുന്ന ഡിക്കിൻ്റെ പ്രസിഡൻ്റായിരുന്നു. പിന്നെ NCPയുടെ പ്രസിഡൻ്റായിരുന്നു. അങ്ങനെയുള്ള ഒരാൾ കേരളത്തിൽ ഞാൻ വേറെ ഒരു രാഷ്ട്രീയ പാർട്ടിയിലും കണ്ടിട്ടില്ല. അതുകൊണ്ട് മുരളീധരൻ്റെ വാദങ്ങളൊന്നും തന്നെ വിശ്വാസയോഗ്യമായിട്ടുള്ള വാദങ്ങളല്ല. മുരളീധരന് ഇത്തവണ വടകരയിലും കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും. അതുകൊണ്ടാണ് ഈ അമർഷം ഇങ്ങനെ പ്രകടിപ്പിക്കുന്നത്. അല്ല, പത്മജ ഒരു ഉപാധിയും വെച്ചിട്ടില്ലെന്ന് പിന്നെ എന്തിനാണ് നിങ്ങൾ ആ ചോദ്യം ചോദിക്കുന്നത്? അല്ല, നിങ്ങളെന്തിനാണ് അങ്ങനെ ചോദ്യം? ബി ജെ പിയിൽ വന്നവരാരും പിന്നെ അവർക്കാർക്കും മോഹഭംഗം ഉണ്ടായ ചരിത്രം ഉണ്ടായിട്ടില്ല. ബി ജെ പിയിൽ വന്നവർക്കെല്ലാം മാന്യമായ അർഹമായിട്ടുള്ള പരിഗണന കൊടുത്ത അതിഥികളെ അങ്ങേയറ്റം ബഹുമാനത്തോടെ സ്വീകരിച്ചൊരു പാർട്ടിയാണ്. കോൺഗ്രസിനെ പോലെ CPM-നെ പോലെ വരുന്നവരെ കരിവേപ്പില പോലെ വലിച്ചെറിയുന്ന പാർട്ടിയല്ല ഇത്. മോദിയുടെ പാർട്ടിയാണ്. വരുന്നവരെല്ലാം ഇരു കൈയും നീട്ടി സ്വീകരിച്ച് അവർക്ക് അർഹമായിട്ടുള്ള പരിഗണന കൊടുക്കുന്ന പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. അതുകൊണ്ട് ആ സംശയം ആർക്കും തന്നെ ഇവിടെ ഇല്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇത്ര സംശയങ്ങൾ ഉന്നയിക്കുന്നത്?